ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഫ്രൂട്ടിനെ പരിചയപ്പെടുത്താം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ് ഈ ഫ്രൂട്ട്. ഇത് വന്നിട്ട് മാംഗോസ്റ്റീൻ എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്ക് നിങ്ങൾക്കെല്ലാവരും അറിയാമല്ലോ. ഇതിൻ്റെ പുറം കണ്ടാൽ പർപ്പിൾ കളറാണ് കേട്ടോ. ശരിക്ക് നമ്മുടെ ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ കറുപ്പായിട്ട് തോന്നും. ശരിക്കും ഇതിൻ്റെ ഷെല്ല് വന്നിട്ട് ഒരു പർപ്പിൾ ഷെല്ലാണ്. ഇതിൻ്റെ സ്വദേശം, ഈ ഫ്രൂട്ടിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് തായ്ലൻഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപകമായിട്ടൊക്കെ കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. തൈയൊക്കെ മേടിച്ച് വെച്ചിട്ട്. ശരിക്കും ഇതിൻ്റെ സ്വദേശം തായ്ലൻഡാണ്. ഇതിന് ക്യൂനോ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അതായത് പഴങ്ങളുടെ രാജ്ഞി എന്നാണ് ഈ ഫ്രൂട്ടിനെ പറയാറ്. കാരണം ഇതിനെ പഴങ്ങളുടെ രാജ്ഞി എന്ന് പറയാൻ കാരണം എല്ലാ പഴങ്ങളിലെക്കാട്ടിലും നമ്മൾക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി പഴങ്ങൾ മേടിക്കാനുണ്ടല്ലോ. ഈ പഴങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഫ്രൂട്ട്. അതുകൊണ്ടാണ് ഇതിന് ക്യൂൻ ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കാലറി ലോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഡയബറ്റീസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം. കാരണം ഇതിൽ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരു വലിയ മധുരമല്ല, ഒരു ചെറിയ പുളിപ്പും മധുരവും ഒക്കെ ചേർന്നാണ്. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് ധാരാളമായിട്ട് ഈ മാംഗോസ്റ്റീന് കഴിക്കാം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഗുണങ്ങളുള്ളതാണെന്ന്, ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ്. ഇതിൽ വരുന്ന വൈറ്റമിൻ സി ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്, B9 ഉണ്ട്, മിനറൽസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, മഗ്നീഷ്യം, മാംഗനീസ്, അങ്ങനെ ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഫ്രൂട്ട്. അതുകൊണ്ടാണ് ഇതിനെ പഴങ്ങളുടെ രാജ്ഞി എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്രൂട്ട് വന്നിട്ട് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നല്ല ഒരു ഫ്രൂട്ടാണ് ഈ മാംഗോസ്റ്റീന്. മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആൻറ്റി ഏജിങ് അതിന് കൊള്ളാം. പിന്നെ തൊലി, നമ്മുടെ ഈ ശരീരത്തിലെ തൊലിയൊക്കെ ചുളിഞ്ഞൊക്കെ പോകത്തില്ലേ, അതിന് നല്ലതാണ്. PCOD എന്ന് പറയുന്നത്, അതായത് ടീനേജേഴ്സിൻ്റെ ഇടയിൽ കാണുന്ന PCOD ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ അതിന് നല്ലതാണ്. ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കൊക്കെ ഈ മാംഗോസ്റ്റീന് ധാരാളമായിട്ട് കഴിക്കാം. ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഊർജ്ജസ്വലത അതൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ മാംഗോസ്റ്റീന് കട്ട് ചെയ്യാൻ പോവുകയാണ്. കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഫ്രൂട്ടിൻ്റെ പുറം ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തുകൊണ്ട് പോകണം കേട്ടോ. ഇങ്ങനെ കറക്റ്റ് വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോവാം. കാരണം ഇതിൻ്റെ തൊലി വന്നിട്ട് ഭയങ്കര ഹാർഡാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് കത്തി വെച്ചാൽ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒന്നല്ല. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടോ, ഈ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ തുറക്കണം, ഓപ്പൺ ചെയ്യണം കേട്ടോ. വാവ്, എന്ത് ഭംഗിയാ നോക്കിയേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയാ. അയ്യോ, ഇത് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗി കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതാണ് അതിൻ്റെ അകത്തുള്ള ഫ്ലഷ്. ഇതുണ്ടോ, ശരിക്കും